പറയാനുണ്ട്. നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ചെറിയൊരു യാത്രയിലായിരുന്നു. ഈ യാത്രയിലൂടെ വന്നപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് കയറാനിടയുണ്ടായി. അവിടെ നിന്ന് നമ്മൾ ഓരോ ഭക്തജനങ്ങളോടും ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ അന്നദാനമുണ്ട്. വർഷങ്ങളായിട്ട് ഈ മാർക്കറ്റിനുള്ളിലാണ് അവർ പൊങ്കാല ഇടുന്നതും അതുപോലെ ഇതിനെല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഈ മാർക്കറ്റുകാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് നിങ്ങളിവിടെ അന്നദാനം കൊടുക്കുന്നതെന്ന് അറിയുകയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ ഞങ്ങളോട്? ഞങ്ങളിത് എൻ്റെ ഫാദറിൻ്റെ കാലം മുതൽ ആറ്റുകാൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെയല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിപാടി നടത്തുന്നില്ല എന്ന് പറയുന്നതാണ് നല്ലത്. മറ്റത് വെളുക്ക പരിപാടിയാണ്. പിന്നെ പന്തൽ കെട്ടി നമ്മൾ ഇലയിട്ട് സദ്യ കൊടുക്കുന്നതായിരുന്നു നമ്മുടെ പതിവ്. അന്ന് INTUC മാത്രമായിരുന്നു. ഒരു 17-18 വർഷം INTUC മാത്രമായിരുന്നു. 17-18 വർഷമായിട്ട് ഇപ്പോൾ INTUC, CI2, BMS പിന്നെ വ്യാപാരിയോസ് ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ പറയുന്ന ആർക്കും ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. എല്ലാവരുമായിട്ടൊരു അമ്മച്ചിയുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുന്ന തലേദിവസം ഈ ഞങ്ങൾ സാധാരണ ഉച്ച ഊണാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കാണുന്നത് തലേ ദിവസം ആളുകൾ വരുമ്പോൾ അവർ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ രാത്രി ലഘുഭക്ഷണം കൊടുക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ ആദ്യം 500 കൊടുത്തു, പിന്നെ 1000 ഇപ്പോൾ 1500, ഇപ്പോൾ 2500. നല്ലൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ വന്ന് കയറിയപ്പോഴും നമ്മൾ അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മാർക്കറ്റിലെ ആൾക്കാരാണ്, അവരാണ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, നല്ല സൗകര്യത്തോടെ ചെയ്തു. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതൊരു ഗ്രൗണ്ടാണ്, ഒരു വീട് പോലെ. അപ്പൊ ഇതിനകത്ത് എന്ത് അപശബ്ദം വന്നാലും നമ്മൾ സമാധാനം പറയുന്ന തരത്തിലാണ്. അപ്പൊ ഞങ്ങളത് വളരെ ശ്രദ്ധാപൂർവ്വമാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെ നല്ല തണല് കിട്ടുന്ന ഷെഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ ഉള്ളത് 2 ബാത്റൂം സൗകര്യം ഞങ്ങൾ വെളിയിൽ കമ്പാർട്ടേഷൻ ഉണ്ട്. മാർക്കറ്റിനകത്ത് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഇത് രണ്ടും ഞങ്ങള് ഇന്ന് മുതൽ ഞങ്ങൾ നാളെ അവർ പോകുന്നത് വരെ വേറെ പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല, സ്ത്രീകൾക്ക് മാത്രം. നല്ലൊരു കാര്യം. അപ്പൊ അതൊരു കാര്യം നമ്മൾ വർഷങ്ങളായി നടത്തി വരുന്നത്. പിന്നെ ഈ പുഷ്പാഭിഷേകം അത് വലിയ കാര്യമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ വരെ പൂ അമ്മച്ചി എഴുന്നള്ളി നടയിൽ വരുമ്പോൾ നമ്മളിത് പല വെറൈറ്റി പൂവാണ്. നമ്മൾ വാർത്തയിലൊക്കെ വന്ന് ഈ ആന എഴുന്നള്ളി നടയിൽ വന്നാൽ അതിൻ്റെ ഏകദേശം കഴുത്തും അളവിന് പൂ കൊണ്ടുപോകും. അത്രയും സമയം അമ്മച്ചി അങ്ങനെ റെസ്റ്റ് എടുക്കണതാണ്. കാര്യം തിരുമേനി ഒരു പൂ തുടങ്ങി വെച്ചിട്ട് അകത്ത് വന്നിരുന്നാൽ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അദ്ദേഹം ഉണർന്ന് പോകുന്നത് വരെ ഞങ്ങൾ ഈ അഭിഷേകം നടത്തും. അത് ഈ വർഷമാണ്. ഈ വർഷം 1 ലക്ഷം രൂപ വരെ പൂവാണ്. 1 ലക്ഷം രൂപ വരെ പൂ. ഞങ്ങളൊരു ഏകദേശം ഒരു 75,000 രൂപ പൂവാണ് ഇത്തവണ ഇറക്കിയത്. ഞങ്ങളെ സംബന്ധിച്ച് അത് കുറവാണ്. പക്ഷെ അത് ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഇത് അറിയാമെന്നുള്ളതുകൊണ്ട് ഒരു ഭക്തൻ, പേര് പറഞ്ഞിട്ടില്ല, ഒരു ഭക്തൻ ഒരു 10-20,000 രൂപ വരെ പൂവും കൂടെ വാങ്ങിച്ച് ഇതിൽ കൂടെ അഭിഷേകം ചെയ്യാൻ വേണ്ടി തന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപ വരെ പൂ. അതിനിപ്പോ നാളെ വൈകുന്നേരം ഇവിടെ വരും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ് അവരും അത് തുടർന്ന് ചെയ്യാൻ. ഞങ്ങള് വർഷങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങള് ഇതിനകത്ത് 60 വർഷം അന്നവാഹനം ഇറക്കിയത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉള്ള ആളാണ്. അന്നവാഹനം തുടങ്ങാറേ ഇല്ല, 60 വർഷം നടന്നു. അതിന് എൻ്റെ പരമ്പര എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അനുബന്ധ ആളാണ്. അന്നത്തെ ആളുകൾ, ഇന്നത്തെ തൊഴിലാളികളുടെ അച്ഛന്മാരായ ആളുകളെല്ലാം അന്ന് ഈ ക്ഷേത്രത്തില് ദേവിക്ക് അകമ്പടി സേവിച്ചു വരുന്ന വാഹനങ്ങളാണ്. അവിടെ നിന്ന് വാഹനം ഇറക്കി തിരിച്ച് കയറുന്നത് വരെ അകമ്പടി സേവിച്ചു. അത് നമ്മളൊരു നിസ്സാരമായിട്ട് കാണാക്കൂല. പല വാദ്യമേളങ്ങളും കൊണ്ട് ഒരു അകമ്പടിയോടുകൂടിയാണ് വരുന്നത്. അപ്പം നമ്മളൊരു ഷോയ്ക്ക് കാണിക്കും. അത് അങ്ങനെയായിരുന്നു ചെയ്തു വന്ന് അതിന്റെ ഒരു പാരമ്പര്യം ഇപ്പൊ ഞങ്ങൾ തുടർന്നു വരും. ഞങ്ങൾ ഒരു കുറവില്ലാതെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്സ് നല്ലപോലെ കിട്ടുന്നുണ്ട്. കാരണം അത്രയും ജനങ്ങൾ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാർക്കറ്റാണ് നമുക്ക് എല്ലാം. ഞങ്ങൾ അവിടെ ദേവി ഇരുത്തിയിട്ടുണ്ട്. 35 വർഷമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന വിഗ്രഹമാണ് അത്. 35 വർഷമായി ഒരു കേടുപാടും പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്. മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ വിഗ്രഹം 35 വർഷമായുള്ള പഴക്കമുള്ള സാധനം. അത് നമ്മൾ അവിടെ അത്രയും നന്നായിട്ട്, നമ്മൾ സാധാരണ ഒരു എവിടെയെങ്കിലും വയ്ക്കുന്ന ഒരു ഹാരം വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല.
അതിന് അമ്മയ്ക്ക് തൃപ്തി വരുന്ന നിലയിൽ അത് ഹാരം വെറൈറ്റി ഹാരങ്ങൾ കൊണ്ട് കെട്ടി അലങ്കരിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇത്തവണയും വെച്ചിട്ടുണ്ട്. അതെ. അത് സാധാരണ ഞങ്ങളൊക്കെയാണ് നേരിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് തിരുമേനിയെ വെച്ച് കോച്ചിമാര് വന്നത് ചെയ്യുന്നത്. ഇനിയിപ്പോ നാളെ രാവിലെ പോകുന്ന 9 മണിയാകുമ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങും. 9 മണിക്ക് ഇവിടെ 9 മണിക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങും. അത് ഈ പറഞ്ഞ പോലെ 3000 പേർക്കാണ് ഞങ്ങൾ സമയമില്ലാത്ത സൂര്യഗ്രഹണത്തിന്റെ ഒരു ഭാഗമായിട്ട് 3000 പേർക്ക് വെച്ചിട്ടുണ്ട്. 3000 എന്നുള്ള ഒരു 1500 പേർക്ക് കഴിക്കാം. ഇന്നിപ്പോ ഞങ്ങൾ ഇതിപ്പോ ചെയ്ത് തന്നെ ഇപ്പൊ 2000 പേർക്ക് വെച്ചത് 2500 കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമതും എനിക്ക് തോന്നുന്നു ഒരു 50-100 പേർക്കും കൂടെ ഉള്ളതുണ്ട്. എല്ലാവർക്കും സന്തോഷമായിട്ട് നിറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ആറ്റുകാലമ്മ നിങ്ങൾക്ക് ഇനിയുള്ള ഓരോ ഭക്തർക്കും ഏറ്റവും വലിയ ഇതാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ ഒരു വലിയ വിശേഷം എന്ന് പറയുന്നത് ആറ്റുകാലമ്മയുടെ കാര്യം. അതിന് ഞങ്ങൾ ഒരു കുറവ് ഇന്നുവരെയും വച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് മണക്കാട് മാർക്കറ്റ് യൂണിയനിൽ ഇപ്പോൾ INTUC ഉണ്ട്, CIT ഉണ്ട്, BMS ഉണ്ട്, വ്യാപാരി വ്യവസായി ഉണ്ട്. പക്ഷേ ഞങ്ങൾ കയ്യളിയിൽ നിന്ന് ഇട്ട് ചെയ്യുന്നതല്ലാതെ അപൂർവം ചില സഹായങ്ങൾ മാത്രമേ വെളിയിൽ ഇതിനകത്തുള്ള നമ്മൾ ഇപ്പൊ കച്ചവടക്കാരില്ല. പണ്ട് 140 പേരുണ്ടായിരുന്നു. ഇപ്പൊ മാർക്കറ്റുകൾ പല സ്ഥലങ്ങളിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു 10-25 പേരേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ അതിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മച്ചിക്ക് ഒരു കുറവും വരുന്നില്ല, ഇവിടെ വരുന്നവർക്ക് ഒരു കുറവും ഇല്ലാതെ. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്രത്തോളം നല്ല സൗകര്യത്തിൽ എല്ലാവർക്കും ഇരുന്ന് പൊങ്കാലയിടാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ തുറന്നു കൊടുത്തല്ലോ. ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ തീർച്ചയായിട്ട് അനുഗ്രഹമാണ് നമുക്കുള്ളത്. ആ സന്തോഷവും ഈ വർഷം എങ്ങനെയാണ് ക്രൗഡ് നല്ല രീതിയിൽ തന്നെയാണോ? അല്ല, ഇത്തവണ കഴിഞ്ഞ തവണക്കാട്ടി ആള് കൂടുതൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്രയും ഒന്നാമത് തുടരെ കിട്ടിയ 2-3 ദിവസത്തെ അവധി കിട്ടി. അപ്പൊ ആളുകൾക്കൊന്ന് വരാനുള്ള സൗകര്യങ്ങളൊക്കെ അപ്പൊ അതെല്ലാം കൂടെ നോക്കുമ്പോ ഇത്തവണ ആള് കൂടുതലാണ്, കഴിഞ്ഞ കൂടുതലാണ്. ഇനിയിപ്പം ആള് വന്നു തുടങ്ങിയില്ലേ യഥാർത്ഥത്തിൽ. ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം നിറഞ്ഞു. ഇനി ആളിറങ്ങുന്നതെന്ന് പറയണ ഒരു വൈകുന്നേരം വെളുപ്പിൽ ഒരു 3 മണി മുതൽ ആളിറങ്ങും. റെയിൽവേയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നവരെല്ലാം ഇനിയാണ് വരുന്നത്. അപ്പൊ അവര് വരുമ്പോഴേക്ക് ഇവിടെ ഒന്നും നിൽക്കാക്കില്ല, ഇവിടെ എല്ലാം അങ്ങ് നിറഞ്ഞ് കവിയും. തീർച്ചയായിട്ടും. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മണക്കാട് ചന്ദ്രൻ കുട്ടി. ഞാൻ INTUCയുടെ സ്റ്റേറ്റ് ഭാരവാഹി. തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. പിന്നെ ഇവിടെ വന്ന് അവരോട് ചോദിക്കുകയുണ്ടായപ്പോഴാണ് നിങ്ങളെ കുറിച്ച് പറയുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നത് നിങ്ങളാണെന്നും വന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഇത്രയും സൗകര്യത്തില് ഭക്തജനങ്ങൾക്ക് ഇവിടെ ഒരുക്കി കൊടുത്തത് നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹം ഇനി ഉണ്ടാവട്ടെ. ഒരുമാതിരിപ്പെട്ട ഒരു സ്ഥലത്തും ഇല്ല. ഏറ്റവും വലിയ സൗകര്യം ഇതാണ്. അതെ, ബാത്റൂം സൗകര്യമുണ്ട്. നമുക്ക് വെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വിടാതെ ഈ ഗ്രൗണ്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നല്ല ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള. അതെ 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 അതെ, തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വേളയിൽ ഈ തിരക്കിൻ്റെ ഇടയിലും അന്നദാനം കൊടുക്കുന്നതിന് ഇടയിലും ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. അമ്മ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ.